നമസ്കാരം. ഇന്നുണ്ടാക്കുന്ന ഒരു സീ ഫുഡ് ബിരിയാണിയാണ്. അപ്പം ഇത് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ സീ ഫുഡ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കുമൊക്കെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ പലർക്കും ഇത് ഉണ്ടാക്കാനും അറിയാമായിരിക്കും. കാര്യം ഓരോ വീട്ടിലും ഓരോ രീതിയിലാണല്ലോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ നമ്മൾ പല വീഡിയോസും ഇത് കണക്ക് കാണുന്നത്. അപ്പം ഞാൻ ഈ കൊടുത്തേക്കുന്ന ഈ വെള്ളം അളവൊന്നുമില്ല. നമ്മുടെ ആ അരി പകുതി ഭാഗത്തിന് വേർത്തക്ക രീതിയിലുള്ള വെള്ളം വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളച്ചിട്ട് വേണം നമ്മൾ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ ഞാൻ ഇതിനകത്തെടുത്തേക്കുന്ന കൈമ റൈസാണ്, ജീര റൈസ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബസ്മതി റൈസേ ഉള്ളൂ എങ്കിൽ നമുക്കത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഇതേ കണക്കിരിക്കണം, പകുതി വേവേ ആവാവും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഊറ്റി മാറ്റി വെക്കുക. എന്നിട്ട് വേണം നമ്മളുടെ ഗ്രേവി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്ന ക്രാബ് അതുപോലെ പ്രോണുമാണ്. അപ്പം നിങ്ങൾക്ക് നമ്മളെ കണവയുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. കാര്യം എൻ്റെ കയ്യിൽ കണവ ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാനിതിൽ ആഡ് ചെയ്യാഞ്ഞത്. അപ്പം ഇതുപോലെ ഗ്രേവി കാര്യങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നെല്ലാം കറക്റ്റായിട്ട് നമ്മളിതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം എന്തൊക്കെയാണ് ഇടുന്നത്. ആ ഒരു രീതി വെച്ച് നിങ്ങളങ്ങ് ഫോളോ ചെയ്താൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 30 മിനിറ്റ്സൊക്കെ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഞാനിതിൽ കൊടുത്തേക്കുന്ന ഈ ഗ്രേവി കണ്ട ഈ ക്രാബിട്ട് കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴാണ് ഞാൻ പ്രോണ് ഇടുന്നത്. കാര്യം പ്രോണിൻ്റെയും ക്രാബിൻ്റെയും വേവ് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ആദ്യം ഞാൻ ക്രാബിട്ട് വെള്ളമൊഴിച്ച് നമ്മളൊന്ന് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേനാണ് നമ്മളുടെ പ്രോൺ അതിനകത്ത് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഈ ഒരു തിക്ക് ഗ്രേവി ആവുന്ന സമയത്ത് വേണം നമ്മൾ ഈ റൈസ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. കാര്യം കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവി എല്ലാ സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ റൈസ് ഈ തിക്ക് ഗ്രേവിയിൽ കിടന്നാണ് ബാക്കിയുള്ള നമ്മളുടെ രണ്ടാമത് കുക്കാവുന്ന ഈ റൈസ്. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ബിരിയാണിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. കാര്യം ആ കറിയുടെ ആ ഒരു അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കാര്യം അടിക്ക് പിടിക്കാതെ അടിയിലുള്ള ആ ഗ്രേവിയുടെ മണവും കാര്യങ്ങളും എല്ലാം ഇതാകണ്ട ഇതേ കണക്ക് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു മണവും കാര്യങ്ങളും എല്ലാം ടേസ്റ്റ് നമ്മുടെ ചോറിനകത്തോട്ട് പിടിക്കത്തുള്ളൂ. എന്നിട്ട് നമുക്കൊന്ന് അടച്ചൊരു 10 മിനിറ്റ്സൊക്കെ കുക്ക് ചെയ്തെടുത്ത് കഴിയാം. അപ്പോൾ ഇതേ കണക്കൊന്ന് അടച്ച് നമ്മളങ്ങ് കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗി പോലെ തന്നെയാണ് കഴിക്കാനും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടല്ലേ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങളിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.